അണ്ടർസ്റ്റാൻഡിങ് ദ മോഡേൺ വേൾഡ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള വേറൊരു essay ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് which was fought between 1775 and 1783 was a pivotal event in modern history, shaping the course of American and world politics. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെയും ലോകരാഷ്ട്രീയത്തിന്റെയും ഗതിയെ രൂപപ്പെടുത്തിയ പ്രധാനപ്പെട്ട നിർണായക സംഭവമായിരുന്നു, വഴിത്തിരിവായിരുന്നു 1775 1783 ഇടയിൽ നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ അതിന്റെ കാരണങ്ങളിലേക്ക് ആണ് പോകുന്നത്. കോസസ് ഓഫ് ദ വാർ. ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ ഞങ്ങൾ നികുതി തരില്ല, റെപ്രസെന്റേഷൻ ഇല്ലാതെ ഞങ്ങൾ ടാക്സ് തരില്ല എന്ന് മാതൃരാജ്യമായ ബ്രിട്ടനോട് അമേരിക്കൻ ജനത പറയുകയുണ്ടായി. ഈ ആപ്തവാക്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തത്വം ആരുടേതാണെന്ന് അറിയാമോ? ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലോയറുടേതാണ്. The phrase no taxation without representation is famously associated with James Otis, a prominent figure in the lead up to the American Revolution. അദ്ദേഹം അമേരിക്കൻ വിപ്ലവത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. Who used to express the colonists' resentment at being taxed by British Parliament. കോളനിക്കാരുടെ റെസൻമെന്റ്, എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ബ്രിട്ടീഷ് പാർലമെന്റിൽ തങ്ങൾക്ക് പ്രതിനിധികളെ അയക്കാൻ സാധിക്കില്ല, എന്നിട്ടും എന്തുകൊണ്ട് ബ്രിട്ടൻ ഞങ്ങളോട് നികുതി ചോദിക്കുന്നു എന്ന ചോദ്യം അദ്ദേഹമാണ് ഉയർത്തിയത്. Then the British government imposed various taxes on the American colonies without granting them representation in parliament, leading to growing tensions, colonial expansion and territorial disputes. That was the second thing. The British government's efforts to expand its territory and assert control over the colonies led to conflicts with the Native American tribes and land speculators. പലപ്പോഴും പുതിയ പ്രദേശങ്ങളിലേക്ക് കൂടി ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ശ്രമങ്ങളും പിന്നെ കോളനികളിന്മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചതും സംഘർഷങ്ങൾക്ക് തദ്ദേശവാസികളായ അമേരിക്കൻ ഗോത്രക്കാരും ഒക്കെ ആയിട്ട് സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ഒപ്പം തന്നെ ഭൂമി വാങ്ങാൻ തയ്യാറുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇത് കാരണമാക്കിയിരുന്നു. എൻലൈറ്റൻമെന്റ് ഐഡിയാസ് ആൻഡ് റിപ്പബ്ലിക്കനിസം. മൂന്നാമത്തെ കാരണം, അമേരിക്കൻ വിപ്ലവത്തിന്, സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകർന്ന മറ്റൊരു ആശയം പ്രബോധോദയ ചിന്തകളും റിപ്പബ്ലിക്കൻ ആശയങ്ങളും അമേരിക്കൻ ജനതയുടെ മനസ്സിൽ കുടിയേറിയതാണ്. The spread of Enlightenment ideas and the influence of republicanism inspired American colonists to question British authority and seek self-governance. ഈ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചപ്പോൾ തന്നെ അമേരിക്കൻ ജനതയിലും ഈ എൻലൈറ്റൻമെന്റ് ഐഡിയാസ് അവരെയും സ്വാധീനിച്ചു, റിപ്പബ്ലിക്കൻ ആശയങ്ങൾ സ്വാധീനിച്ചു. ഇത് അമേരിക്കൻ കോളനികൾക്ക് ബ്രിട്ടീഷ് അധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ടുള്ള കരുത്ത് നൽകി. കീ ഈവൻസ് ആൻഡ് ടേണിംഗ് പോയിന്റ്സ്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബോസ്റ്റൺ മാസക്കർ 1770 1770 ബോസ്റ്റണിലെ കൂട്ടക്കൊല. ടെൻഷൻസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ആൻഡ് അമേരിക്കൻ കോളനിസ് ഇൻ ബോസ്റ്റൺ culminated in the Boston Massacre, which became a rallying cry for the patriotic movement. ദേശസ്നേഹപരമായ നീക്കങ്ങൾക്ക് ഇത് ഒരു വഴിത്തിരിവായി എന്ന് വേണമെങ്കിൽ പറയാം. The Boston Massacre was a deadly confrontation on March 5th, 1770 war. 1770 മാർച്ച് 5 നടന്ന ഒരു വലിയ രക്തച്ചൊരിച്ചിലുണ്ടാക്കിയ ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഫയർഡ് ഓൺ ക്രൗഡ് ഓഫ് കോളനിസ്. കോളനിക്കാരുടെ ഒരു ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് ഭടന്മാർ നിറയൊഴുക്കിയായിരുന്നു. കില്ലിംഗ് 5 ആൻഡ് വൂണ്ടിങ് 6. 5 പേർക്ക് അപ്പോൾ തന്നെ കൊല്ലപ്പെടുകയും 6ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എസ്കലേറ്റിംഗ് ടെൻഷൻസ് ദാറ്റ് ലെഡ് ടു ദി അമേരിക്കൻ റവല്യൂഷൻ. അന്നേരം ഉരുണ്ടുകൂടിയ ആ സംഘർഷ സാഹചര്യം പിന്നീട് രൂപപ്പെടുന്നത് അമേരിക്കൻ വിപ്ലവത്തിലേക്കാണ് എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. 1773 ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ
ഇതിൽ ഒരു നിർണായകമായ സംഭവമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ബോസ്റ്റൺ ടീ പാർട്ടിയിൽ എന്താണ് നടന്നത് നമുക്ക് നോക്കാം. അമേരിക്കൻ കോളനിസ് ഡിസ്ഗൈസ്ഡ് ആസ് നേറ്റീവ് അമേരിക്കൻസ്, അവിടുത്തെ റെഡ് ഇന്ത്യൻസ് അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തെ തദ്ദേശവാസികളായ അമേരിക്കക്കാരുടെ വേഷത്തിലെത്തിയ അമേരിക്കൻ കോളനിക്കാർ തന്നെ ബോർഡർ ബ്രിട്ടീഷ് കപ്പലുകളിൽ കയറി ആൻഡ് ത്രൂ ടീ ഇൻ ടു ദ ഹാർബർ, തുറമുഖത്തേക്ക് തേയിലപ്പെട്ടികൾ എറിഞ്ഞു. ടു പ്രൊട്ടസ്റ്റ് ടാക്സസ് ആൻഡ് ബ്രിട്ടീഷ് അതോറിറ്റി, അത് നികുതി പിരിക്കുന്നതിനെ എതിർക്കാനും ബ്രിട്ടീഷ് അധികാരത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് കാണിക്കാനും ഒക്കെയാണ് അവർ ഇപ്രകാരം ചെയ്തത്. ഇനി ഈ സംഭവം വലിയൊരു വഴിത്തിരിവായി. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776, 1776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. Continental Congress drafted and adopted the Declaration of Independence. അതായത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം സ്വീകരിക്കുകയും അതിൻ്റെ കരട് രൂപം അവർ തയ്യാറാക്കുകയും ചെയ്തു. ഫോർമലി ഡിക്ലയറിംഗ് ദ കോളനി സെപ്പറേഷൻ ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ, കോളനികൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ വേർതിരിയുന്ന രീതിയിൽ ആണ് ഇത് പാസ്സാക്കിയത്. അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് Saratoga 1777, American forces defeated the British at the Battle of Saratoga, marking the significant turning point in the war. ഈ അമേരിക്കൻ കോളനികളുടെയും ബ്രിട്ടന്റെയും സംഘർഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മുഖ്യമായ ടേണിംഗ് പോയിന്റ് അഥവാ വഴിത്തിരിവായതാണ് സാരറ്റോഗ ബാറ്റിൽ എന്ന് പറയുന്നത്. അമേരിക്കൻ ഫോഴ്സസ് ബ്രിട്ടീഷുകാരെ സാരറ്റോഗ ബാറ്റിൽ വല്ലാതെ പരാജയപ്പെടുത്തുകയായിരുന്നു. എന്താണ് ബാറ്റിൽ ഓഫ് സാരറ്റോഗയുടെ ചിത്രം നമുക്ക് കാണാം. ദ സറണ്ടർ ഓഫ് ജനറൽ ബോർഗോൺ ബ്രിട്ടീഷ് ആർമി ടു ദ അമേരിക്കൻ കോളനീസ്, ബ്രിട്ടീഷ് ആർമിയുടെ ജനറൽ അമേരിക്കൻ കോളനി നിവാസികൾക്ക് മുമ്പിൽ 1777 ഒക്ടോബർ 17 കീഴടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രഞ്ച് അലയൻസ്, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂർഡ് എ ക്രൂഷ്യൽ അലയൻസ് വിത്ത് ഫ്രാൻസ്. അങ്ങനെ അമേരിക്ക ഫ്രാൻസുമായി ഒരു നിർണായകമായ സഖ്യത്തിൽ ഏർപ്പെടുന്നു. പ്രൊവൈഡിങ് സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ആൻഡ് മിലിറ്ററി സപ്പോർട്ട്. ഫ്രാൻസിന് ഗണ്യമായ സൈനിക ശേഷിയും സൈനിക ശക്തിയും സാമ്പത്തികമായ സഹായവും ഒക്കെ നൽകിക്കൊണ്ടാണ് ഫ്രാൻസ് അമേരിക്കയെ സഹായിക്കുന്നത്. കോൺസിക്വൻസസ് ആൻഡ് ലെഗസി, അമേരിക്കൻ വിക്ടറി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു? അമേരിക്കൻ വിജയവും അമേരിക്കൻ സ്വാതന്ത്ര്യവുമായിരുന്നു. ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ended with the signing of the Treaty of the Paris 1783. 1783 പാരീസ് ഉടമ്പടി ഒപ്പുവെക്കുന്നതോടുകൂടിയിട്ടാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ അന്ത്യം കുറിക്കപ്പെടുന്നത്. റെക്കഗ്നൈസിങ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ, അമേരിക്കൻ സ്വാതന്ത്ര്യം ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും കിട്ടുന്നത് അംഗീകരിച്ചുകൊണ്ടാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയിൽ നിന്നും സ്വതന്ത്രമാകുന്ന കാര്യം ബ്രിട്ടൻ തന്നെ അംഗീകരിച്ചുകൊണ്ടാണിത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ നേഷൻ, പുതിയ രാഷ്ട്രത്തിന്റെ സ്ഥാപനമാണ്. The war led to the creation of a new nation, the United States of America, founded on principles of republicanism, democracy and individual rights. Republicanism, democracy, ജനാധിപത്യം, പിന്നെ വ്യക്തിപരമായ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ എല്ലാം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അത്. അവസാനമായിട്ട് ഇൻസ്പിറേഷൻ ഫോർ അതർ റെവല്യൂഷൻസ്. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഒരുപാട് നാടുകൾക്ക് വീണ്ടും ആവേശമായി, ഉത്തേജനമായി. ദി അമേരിക്കൻ റവല്യൂഷൻ ഇൻസ്പയർഡ് അതർ മൂവ്മെന്റ്സ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് ഡെമോക്രസി അറൗണ്ട് ദ വേൾഡ്, ഷേപ്പിംഗ് മോഡേൺ ഹിസ്റ്ററി. ലോകമെമ്പാടുമുള്ള ഒരുപാട് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും സമരങ്ങൾക്കും ഇത് രൂപം കൊടുത്തു. ആധുനിക ചരിത്രത്തെ അത് രൂപപ്പെടുത്തി. എൻഡ് ഓഫ് ദ കൊളോണിയലിസം ആൻഡ് റൈസ് ഓഫ് നാഷണലിസം, കൊളോണിയലിസത്തിന്റെ അന്ത്യം കുറിക്കലിനും ദേശീയതയുടെ ഉയർച്ചയ്ക്കും ഇത് കാരണമായി. ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് കൊളോണിയലിസം. അമേരിക്കൻ യുദ്ധം ഒരു പക്ഷേ കൊളോണിയലിസത്തിന്റെ കൊളോണിയലിസത്തിന്റെ അവസാനത്തിനും ഒരു അന്ത്യം കുറിക്കലിനും കാരണമായി എന്ന് പറയാം. ഒപ്പം തന്നെ ആൻഡ് ദ റൈസ് ഓഫ് നാഷൻ, ദേശീയത എന്ന വികാരത്തിന്റെ ഉയർച്ചയ്ക്കും അത് കാരണമായി. കാരണം എന്തെന്നോ, ആസ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ബിഗാൻ ടു ഡിമാൻഡ് സെൽഫ് ഗവേണൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്, ലോകമെമ്പാടുമുള്ള ജനത സ്വയം നിർണയാവകാശത്തിനും ഒപ്പം തന്നെ സ്വയം ഭരണത്തിനും വേണ്ടിയുള്ള ആവശ്യങ്ങൾ മുറവിളി കൂട്ടുകയായിരുന്നു. മറ്റൊന്ന് സ്റ്റാമ്പ് ആക്ട് ആണ്. ദി സ്റ്റാമ്പ് ആക്ട് വാസ് എ ലോ പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻ 1765. ബ്രിട്ടീഷ് പാർലമെന്റ് 1765 പാസ്സാക്കിയ നിയമമാണ് സ്റ്റാമ്പ് ആക്ട്. ദാറ്റ് റിക്വയർഡ്
കോളനീസ് ഇൻ ദ അമേരിക്കൻ കോളനീസ്, അമേരിക്കൻ കോളനികളിലെ കോളനി നിവാസികൾ, അവരാണ് കോളനിസ്റ്റ് എന്ന് പറയുന്നത്. they wanted to pay a tax on printed material. എന്ത് അച്ചടിച്ചു ഇറക്കിയാലും, പുസ്തകമാവട്ടെ, മാഗസിൻ ആവട്ടെ, ന്യൂസ് പേപ്പർ ആവട്ടെ, എന്ത് മെറ്റീരിയൽ, പ്രിന്റ് മെറ്റീരിയൽ എന്തിറക്കിയാലും അതിലൊക്കെ such as ന്യൂസ് പേപ്പർ, ബുക്സ് ആൻഡ് ഡോക്യുമെന്റ്സ്, ബ്രിട്ടന്റെ ഒരു സ്റ്റാമ്പ് 12 ഷില്ലിംഗ് വരുന്ന ഒരു സ്റ്റാമ്പ് പതിക്കണമെന്ന നിയമം. The tax was represented by a stamp that had to be purchased and affixed to the material. ആ സ്റ്റാമ്പ് വാങ്ങിക്കുകയും അതിന്മേൽ ഒട്ടിക്കുകയും ചെയ്യണമായിരുന്നു, എങ്കിലാണ് അത് വിൽക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം. ഇതാണ് സ്റ്റാമ്പ് ആക്ട്. ദ കോളനിസ്റ്റ് സ്ട്രോങ്ലി അപ്പോസ്ഡ് ദ സ്റ്റാമ്പ് ആക്ട്. കോളനിക്കാര് ഈ സ്റ്റാമ്പ് ആക്ടിനെ ശക്തമായി എതിർത്തു. ആർഗ്യൂയിങ് ദാറ്റ് ദേ ഹാഡ് നോ റെപ്രസെന്റേഷൻ ഇൻ ദ പാർലമെന്റ്. അവർ പറഞ്ഞു, പാർലമെന്റിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, ആൻഡ് ദെർഫോർ കുഡ് നോട്ട് ബി ടാക്സ്ഡ്. അതുകൊണ്ട് ഞങ്ങളെ ടാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ദി ഒപ്പോസിഷൻ to the Stamp Act was a key factor in the growing tension between the colonies and Great Britain. ഈ സ്റ്റാമ്പ് ആക്ടിന്റെ സമയത്തുണ്ടായ എതിർപ്പ് ഇത് ഒരുപക്ഷെ ഒരു നിർണായകമായ ഘടകമായി മാറി എന്ന് പറയാം. ഗ്രേറ്റ് ബ്രിട്ടനും കോളനികളും തമ്മിലുള്ള സംഘർഷത്തിനെ വർദ്ധിപ്പിച്ചു എന്നും പറയാം. അൾട്ടിമേറ്റ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ദി അമേരിക്കൻ റവല്യൂഷൻ, ആത്യന്തികമായി ഇത് അമേരിക്കൻ വിപ്ലവത്തിന് കാരണമാകുകയും ചെയ്തു. ദി ടൗൺഷെൻഡ് ആക്ട്. The Townshend Act were a series of laws passed by the British Parliament in 1767. 1767 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഒരു പരമ്പരയായിട്ടുള്ള ആക്ടാണ് ടൗൺഷെൻഡ് ആക്ട്, നെയ്മഡ് ആഫ്റ്റർ ചാൾസ് ടൗൺഷെൻഡ്. ചാൾസ് ടൗൺഷെൻഡിന്റെ പേരാണ് ഇതിന് കിട്ടിയത്. ചാൻസലർ ഓഫ് ദി എക്സ്ചക്കർ, ഖജനാവിന്റെ എക്സ്ചക്കറിന്റെ ട്രഷറിയുടെ ചാൻസലർ ആയിരുന്നു അദ്ദേഹം. The acts imposed taxes on goods imported to American colonies. അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും നികുതി ചുമത്തിക്കൊണ്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഇത്. സച്ച് ആസ് ഗ്ലാസ്, പെയിന്റ്, പേപ്പർ ആൻഡ് ടീ. ഗ്ലാസിന്, പെയിന്റിന്, പേപ്പറിന്, തേയിലയ്ക്ക് വരെയും നികുതി ചുമത്തിക്കൊണ്ടുള്ള ആക്ട് ആയിരുന്നു ഇത്. ദി കോളനീസ് opposed these taxes. കോളനിക്കാര് ഈ ടാക്സിനെ എതിർത്തു. ആർഗ്യൂയിങ് ദാറ്റ് they had no representation in the parliament. അവർ പറഞ്ഞു, പാർലമെന്റിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, ആൻഡ് therefore could not be taxed. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ നികുതി ഈടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ദി ടൗൺഷെൻഡ് ആക്ട് further strained relations between the colonies and the Great Britain. ഈ ടൗൺഷെൻഡ് ആക്ട് പിന്നെയും further strained relations, പിരിമുറുക്കം കൂട്ടി, ബന്ധങ്ങൾക്ക് പിരിമുറുക്കം കൂട്ടി, between the colonies and the Great Britain. കോളനിക്കാരും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിൽ, contributing to the growing tensions that eventually led to the American Revolution. അത് ആത്യന്തികമായി അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിക്കുകയായിരുന്നു. When Lord North became the British Prime Minister, ലോർഡ് നോർത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായപ്പോഴേക്ക് he withdrew many of the Townshend Acts in 1770. 1770 ടൗൺഷെൻഡ് ആക്ടിൽ പലതും അദ്ദേഹം പിൻവലിക്കുകയുണ്ടായി. This was primarily to ease tension with American colonies. അമേരിക്കൻ കോളനികളുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം മുഖ്യമായും ചെയ്തത്. എങ്കിൽ കൂടി അധിക നാൾ അമേരിക്കയെ ഭരിക്കുവാൻ ബ്രിട്ടൻ കഴിഞ്ഞില്ല. ആൻഡ് പ്രിവെന്റ് ഫർദർ എസ്കലേഷൻ ഓഫ് കോൺഫ്ലിക്ട്. സംഘർഷങ്ങളെ പിന്നെയും മുന്നോട്ട് തെന്നി മാറുവാനായിട്ട് തടയാനാണ് അദ്ദേഹം അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവം വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ബോസ്റ്റൺ ടീ പാർട്ടി തന്നെയായിരുന്നു. എന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ സിഗ്നിഫിക്കൻസ് എന്നുകൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ദ ബോസ്റ്റൺ ടീ പാർട്ടി വാസ് എ സിഗ്നിഫിക്കന്റ് ആക്ട് ഓഫ് ഡെഫിയൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉള്ള നിഷേധം കാണിക്കുന്ന, ഡെഫിയൻസ് കാണിക്കുന്ന ഒരു നിർണായകമായ പ്രവൃത്തിയാണ് അമേരിക്കൻ ജനത കാണിച്ചത്. ആൻഡ് ഈസ് കൺസിഡർഡ് എ മേജർ ഇവന്റ് ലീഡിംഗ് അപ് ടു ദി അമേരിക്കൻ റവല്യൂഷൻ. ഒരുപക്ഷെ അമേരിക്കൻ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവമായി ഇതിനെ നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് നോക്കാം. ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് റെസ്പോണ്ടഡ് ടു ദ ബോസ്റ്റൺ ടീ പാർട്ടി വിത്ത് ദ ഇൻടോളറബിൾ ആക്ട്സ്. ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത കടുത്ത നിയമങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ബ്രിട്ടൻ അതിനോട് പ്രതികരിച്ചത്, ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്കെതിരെ. വിച്ച് ഫർദർ ആങ്കേർഡ് ദ കോളനീസ്. അത് കോളനിക്കാരെ കൂടുതൽ ദേഷ്യപ്പെടുത്തി. ആൻഡ് പുഷ്ഡ് ദം ടു ക്ലോസർ ടു റവല്യൂഷൻ. അപ്പൊ പിന്നെ കൂടുതൽ കടുത്ത വിപ്ലവത്തിലേക്ക് അവരെ തള്ളിവിടുകയും ചെയ്തു അത്തരം കടുത്ത നടപടികൾ. ഇതായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ.